ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഈ വീഡിയോ ഞാൻ ആക്ച്വലി 3 വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ ഡെലിവറി കഴിഞ്ഞ സമയത്ത് ഞാൻ എടുത്ത വീഡിയോ ആണ്. പക്ഷേ പോസ്റ്റ് ചെയ്യാൻ വിട്ടുപോയി. ഇപ്പം ഞാൻ എൻ്റെ ക്ലിപ്സൊക്കെ കണ്ടപ്പോൾ ഡൗൺലോഡ് ചെയ്ത് ഗൂഗിളിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഈ വീഡിയോയിൽ ഞാൻ ഡെലിവറിക്ക് നമ്മൾ പോകുമ്പോൾ ബേബിക്ക് വേണ്ടി എന്തൊക്കെ മസ്റ്റായിട്ട് കരുതണം എന്നുള്ള ഐറ്റംസാണ് കേട്ടോ പറയുന്നത്. അമ്മയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾ എന്തെല്ലാം ഐറ്റംസ് കൊണ്ടുപോകുമെന്ന് എനിക്കറിയാം. അത് സെപ്പറേറ്റ് വീഡിയോ ചെയ്യാനായിരുന്നു ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ വീഡിയോ ചെയ്ത സമയത്ത്. ഇതിൻ്റെ ഒപ്പം അത്യാവശ്യം വേണ്ട 2 സാധനങ്ങൾ, ഒന്ന് എനിക്ക് തോന്നിയത് ഫീഡിങ് ഗൗൺസും നമ്മുടെ മെറ്റേണിറ്റി ഗൗൺസ് അല്ലെങ്കിൽ ഫ്രോക്ക് അങ്ങനത്തെ നൈറ്റീസൊക്കെയാണ്. പ്ലസ് അഡൾട്ട് ഡയപ്പറും അതും ഒരു മസ്റ്റ് ബൈ സാധനമാണ് കേട്ടോ. അപ്പോൾ അതും ഇൻക്ലൂഡ് ചെയ്യാൻ മറക്കരുത്. ഈ വീഡിയോയിൽ ഞാൻ മെൻഷൻ ചെയ്യുന്ന ഏതെങ്കിലും ഒരു പ്രോഡക്റ്റിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ ഡെലിവറിക്ക് പോകുമ്പോൾ ബേബിക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ മസ്റ്റായിട്ട് കൊണ്ടുപോകേണ്ടതെന്നുള്ളതാണ്. ഞാൻ ഡെലിവറിക്ക് പോയപ്പോൾ ആക്ച്വലി എനിക്ക് ഡൗട്ടായിരുന്നു എന്തൊക്കെ കാര്യങ്ങൾ അത്യാവശ്യമുള്ളത്. കാരണം നമുക്ക് എല്ലാം കൂടെ പറ്റിക്കൊണ്ട് പോകാൻ പറ്റത്തില്ല. അപ്പോൾ നമുക്ക് അത്രയ്ക്ക് അത്യാവശ്യമുള്ള കാര്യങ്ങൾ മാത്രമേ കൊണ്ടുപോകാൻ നമ്മൾ ആഗ്രഹിക്കുള്ളൂ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഞാൻ കുറേ യൂട്യൂബ് വീഡിയോസ് കണ്ടു. പക്ഷേ എല്ലാത്തിലും ആവശ്യമുള്ളതും ഇല്ലാത്തതും ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഞാൻ ഡെലിവറിക്ക് പോയപ്പോൾ ബേബിക്ക് എനിക്ക് അത്ര അത്യാവശ്യം വേണ്ടി വന്ന കുറച്ച് സാധനങ്ങളുടെ ലിസ്റ്റാണ്. അല്ലാതെ ബേബിക്ക് ആവശ്യം മേടിച്ചിട്ടുള്ള കുറച്ച് തിങ്സും ഉണ്ട്. അത് ഞാൻ വേറെ വീഡിയോ ആയിട്ട് ചെയ്യാം. ഇതിപ്പോൾ ഞാൻ ഡെലിവറിക്ക് പോകുമ്പോൾ നമ്മൾ എന്തൊക്കെ ബേബിക്ക് വേണ്ടിയിട്ട് കൊണ്ടുപോകണം ആ ഒരു വീഡിയോ ചെയ്യാൻ പോകുന്നത്. ഞാൻ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്കിങ്ങനെ വിശ്വാസമൊക്കെ ഉണ്ടാവും. ബേബി ജനിക്കുന്നതിന് മുന്നേ ബേബിയുടെ തിങ്സ് ഒന്നും മേടിക്കാൻ പാടില്ല, അല്ലെങ്കിൽ നമ്മളങ്ങനെ ബാഗൊന്നും പാക്ക് ചെയ്ത് നേരത്തെ വെക്കാൻ പാടില്ല എന്നുള്ളത്. ആക്ച്വലി നമ്മൾ ഇപ്പം ബേബീസിൽ നിന്നല്ല, നമ്മൾ ആർക്ക് വേണ്ടി എന്തൊരു പുതിയ ഡ്രസ്സ് അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങൾ മേടിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് നമ്മളത് വാഷ് ചെയ്തിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പാടുള്ളൂ. ഇപ്പോൾ നമുക്ക് ഹോസ്പിറ്റലിൽ ചെന്നിട്ട് വാഷ് ചെയ്ത് ഇതാന്ന് പറയുന്നത് അത് നടക്കുന്ന കാര്യമല്ല. അപ്പം എന്തുകൊണ്ട് നല്ലത് നമ്മൾ നേരത്തെ മേടിച്ച് വാഷ് ചെയ്ത് അതൊന്ന് സൺലൈറ്റിൽ തന്നെ ഡ്രൈ ചെയ്തിട്ട് അയൺ ചെയ്ത് മടക്കി വെച്ചിട്ട് പാക്ക് ചെയ്ത് റെഡിയാക്കി വെക്കുന്നതാണ് എന്തുകൊണ്ടും നല്ലത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് അങ്ങനത്തെ ഞാൻ നേരത്തെ പറഞ്ഞ പോലത്തെ എന്തെങ്കിലും വിശ്വാസം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബാഗ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണ്ട, വണ്ടിയുടെ ഡിക്കിൽ വെച്ചിരുന്നാൽ മതി. നിങ്ങൾക്ക് ബേബി ജനിച്ചു എന്ന് പറയുമ്പോൾ ആ ഗുഡ് ന്യൂസ് കേൾക്കുമ്പോൾ നമുക്ക് ബാഗ് നമ്മുടെ റൂമിലേക്ക് കൊണ്ടുവയ്ക്കാം, അങ്ങനെയൊക്കെ ചെയ്യാം. അപ്പോൾ ഇപ്പം ന്യൂ ബോൺ ബേബി ആയതുകൊണ്ട് നമ്മുടെ ഡ്രസ്സിൻ്റെ കാര്യങ്ങളിലും ടവൽസ് അങ്ങനെയൊക്കെ ആണെങ്കിൽ അതിൽ കുറച്ച് ഈ ഡ്രസ്സിൻ്റെ തന്നെ ഡസ്റ്റും കാര്യങ്ങളും ഒക്കെ മാനുഫാക്ചറിങ് യൂണിറ്റിൽ നിന്ന് അതുപോലെ വരുന്ന സാധനങ്ങളാണ്. ചിലത് സ്റ്റെറിലൈസ്ഡ് ആയിട്ട് വരുന്നതും ഉണ്ട്. എങ്കിൽ പോലും നമ്മളത് നമ്മുടെ ബേബിക്ക് ഫസ്റ്റ് ടൈം യൂസ് ചെയ്യുമ്പോൾ നമ്മളത് വാഷ് ചെയ്തിട്ട് യൂസ് ചെയ്യുന്നത് എന്തുകൊണ്ടും നന്നായിരിക്കും. അപ്പോൾ ഞാനിവ ഈ പറയുന്നതിൽ ക്ലോത്ത് ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നതിൽ ഞാനെല്ലാം നേരത്തെ മേടിച്ച് വാഷ് ചെയ്ത് സൺലൈറ്റിൽ ഡ്രൈ ചെയ്തിട്ട് അയൺ ചെയ്ത് മടക്കി ബാഗിൽ പാക്ക് ചെയ്ത് വെച്ച് കൊണ്ടുപോയതാണ് കേട്ടോ. അല്ല ഞാൻ ഒന്നും ഡയറക്റ്റ് ഷോപ്പിൽ നിന്ന് മേടിച്ച് അത്രപടി യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മൾ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ, കാരണം നമ്മുടെ ബേബീസിൻ്റെ സ്കിൻ ഭയങ്കര സെൻസിറ്റീവ്, അപ്പം അവർക്ക് പെട്ടെന്ന് അത് അബ്സോർബ് ആവും കെമിക്കൽസ് ഒക്കെ ഉണ്ടെങ്കിൽ. അപ്പം നമ്മൾ ഒന്ന് സൂക്ഷിക്കുന്നത് നന്നായിരിക്കും. അപ്പോൾ അതാണ് ഒരു പോയിന്റ് പറയാനുള്ളത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. സോ നമ്മൾ ആദ്യം തന്നെ പർച്ചേസ് ചെയ്തിരിക്കുന്ന തിങ് എന്ന് പറഞ്ഞാൽ റിസീവിങ് ടവലാണ്. റിസീവിങ് ടവൽ അല്ലെങ്കിൽ റാപ്പിംഗ് ടവൽ എന്ന് പറയും. നമ്മൾ ബേബി ജനിക്കുമ്പോൾ തന്നെ നമ്മൾ ബേബിനെ റാപ്പ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ നമ്മൾ റിസീവ് ചെയ്യുമ്പോൾ നമ്മൾ റാപ്പ് ചെയ്യാനായിട്ട് കൊടുക്കുന്ന ടവല. ചില ഹോസ്പിറ്റൽസിൽ നമ്മൾ കൊടുക്കേണ്ടി വരത്തില്ല, ചില ഹോസ്പിറ്റൽസിൽ നമ്മൾ കൊടുക്കണം. ഇപ്പം എൻ്റെ ഹോസ്പിറ്റലിൽ കൊടുക്കേണ്ടി വന്നിട്ടില്ല. റിസീവിങ് ടവലൊക്കെ അവിടെ നിന്ന് തന്നെ നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിപ്പോൾ എന്തെങ്കിലും ഡസ്റ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡേർട്ടോ എന്തെങ്കിലും ആയിക്കഴിഞ്ഞാൽ പിന്നെ ചേഞ്ച് ചെയ്യണമെങ്കിൽ നമ്മൾ തന്നെ കൊടുക്കണം കേട്ടോ. അപ്പോൾ ഈവൻ ഹോസ്പിറ്റലിൽ നിന്നാൽ വളരെ കട്ടിയുള്ള നല്ല കട്ടിയുള്ള ടവലൊന്നും ആയിരിക്കില്ല. അപ്പം നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനുള്ള ടവൽ യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് തന്നെ അത് കൊടുക്കാവുന്നതാണ്. ഞാനൊരു 3 to 4 നമ്പേഴ്സ് ഓഫ് റിസീവിങ് ടവൽസാണ് കൊണ്ടുപോയിട്ട് റാപ്പിംഗ് ടവൽസാണ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. ഇപ്പം ഹോസ്പിറ്റലിൽ നിന്ന് തന്ന ആ ഒരു ടവലിൽ ബേബിയുടെ മെക്കോണി ആയ കാരണം എനിക്കത് മാറ്റേണ്ടി വന്നു. അപ്പോൾ തന്നെ മാറ്റേണ്ടി വന്നു. ഞാൻ എന്നിട്ട് പുതിയ ടവൽ യൂസ് ചെയ്യുക ചെയ്തത്. ഹോസ്പിറ്റലിൽ നമുക്കൊരു തുണി വാഷ് ചെയ്ത് ഡ്രൈ ചെയ്ത് യൂസ് ചെയ്യാന്ന് പറഞ്ഞാൽ അത്ര പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. അപ്പോൾ നമ്മൾ എന്തുകൊണ്ടും കുറച്ച് നമ്പേഴ്സ് ഓഫ് ടവൽസ് കൊണ്ടുപോകുന്നത് നമുക്ക് വളരെ അത്യാവശ്യം വേണ്ട കാര്യമാണ്. കൊണ്ടുപോകുന്നതുകൊണ്ട് നമുക്ക് ഒരു കുഴപ്പമില്ല. അപ്പം നമ്മുടെ ബേബി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ ആ ഒരു ടെമ്പറേച്ചറിലാണ് അവർ ജീവിച്ചത്. അപ്പോൾ പെട്ടെന്ന് പുറത്ത് വരുമ്പോൾ ആ ഒരു അന്തരീക്ഷമായിട്ട് അവർക്ക് മാച്ച് ആകാൻ കുറച്ച് ടൈം എടുക്കും. അപ്പോൾ അതുവരെ നമ്മുടെ ബേബീസിനെ നന്നായിട്ട് റാപ്പ് ചെയ്ത് കീപ്പ് ചെയ്യുന്നത് എന്തുകൊണ്ട് നല്ലതാണ്. കൂടാതെ ഇപ്പം വെയിറ്റ് കുറഞ്ഞ ബേബീസൊക്കെ ആണെങ്കിൽ നന്നായിട്ട് റാപ്പ് ചെയ്ത് ആ ഒരു ടെമ്പറേച്ചർ കീപ്പ് ചെയ്ത് സൂക്ഷിച്ചാൽ വെയിറ്റ് കൂടാനുള്ള ചാൻസ് ഉണ്ടെന്ന് ഡോക്ടേഴ്സ് പറഞ്ഞിട്ടുണ്ട് എൻ്റെ അടുത്ത്. അപ്പം എൻ്റെ ബേബിക്ക് കുറച്ച് വെയിറ്റ് കുറവായിരുന്നു. അപ്പോൾ അവളുടെ നന്നായിട്ട് റാപ്പ് ചെയ്ത് കീപ്പ് ചെയ്യാനാണ് ഡോക്ടർ പറഞ്ഞത്. അപ്പം റിസീവിങ് ടവൽ അല്ലെങ്കിൽ റാപ്പിംഗ് ടവൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഞാൻ മേടിച്ചൊരു റാപ്പിംഗ് ടവലാണിത്. പ്രിൻ്റൊക്കെ ഒരു ചെറിയ പ്രിൻ്റ് വരുന്ന ഒരു റാപ്പിംഗ് ടവലാണ് ഇത്. ആക്ച്വലി നമുക്ക് പല സൈസിൽ മേടിക്കാൻ കിട്ടും, മീഡിയം, ലാർജ്, ഡബിൾ എക്സൽ അങ്ങനെയൊക്കെ മേടിക്കാൻ കിട്ടും. അപ്പോൾ ഞാൻ വാങ്ങിയതൊരു ലാർജ് സൈസാണ്. കാരണം ബേബീസ് പെട്ടെന്ന് വലുതാവും. അപ്പോൾ നമ്മൾ ചെറിയ സൈസൊക്കെ മേടിച്ചാൽ ആ ഒരു ഫസ്റ്റ് 2 months വരെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അത് കഴിയുമ്പോൾ നമുക്ക് ജസ്റ്റ് ഇങ്ങനെ തുടച്ചെടുക്കാൻ മാത്രമേ യൂസ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ റാപ്പ് ചെയ്ത് പിടിക്കാനൊന്നും പറ്റത്തില്ല. അപ്പം എന്തുകൊണ്ടും കുറച്ച് വലുത് മേടിക്കുന്നത് നന്നായിരിക്കും. അപ്പോൾ ഞാനൊരു നല്ല വലിയ സൈസാണ് മേടിച്ചത്.
പിന്നെ ഇങ്ങനെ ഹുഡിയൊക്കെ ഉള്ള ഒരു ടൈപ്പാണ് മേടിച്ചത്. അപ്പം ഈ ഹുഡിയുള്ള ടൈപ്പ് മേടിക്കുമ്പോൾ നമ്മൾ സൂക്ഷിക്കാം. നമ്മുടെ ബേബീസ് ചിലപ്പം അങ്ങോട്ടോ ഇങ്ങോട്ടോ തിരിയുമ്പോൾ ഈ റാപ്പ് ചെയ്തതിന് ജസ്റ്റ് ലൂസായി വരും കുറച്ച് ടൈം കഴിയുമ്പോൾ. അപ്പോൾ ബേബീസിൻ്റെ മുഖം ഇതിൻ്റെ ഉള്ളിലേക്ക് പോയിട്ട് അവർക്ക് പെട്ടെന്ന് ശ്വാസം മുട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ ഹുഡഡ് മേടിക്കുമ്പോൾ നമ്മളൊന്ന് സൂക്ഷിക്കണം. അപ്പം എൻ്റെ ബേബി ആണെങ്കിൽ കുറേ വട്ടം ഇങ്ങനെ മൂക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് പോയിട്ട് അവരുടെ തല വളരെ ചെറുതായതുകൊണ്ട് ഈ ഹുഡി കുറച്ച് വലുതായതുകൊണ്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് പോയിട്ട് മൂക്ക് ഇങ്ങനെ ചരിച്ചു വെക്കും. അന്നേരം ശ്വാസം മുട്ട് വന്നിട്ടുണ്ട് കുറച്ച് ടൈംസിൽ. അപ്പോൾ നിങ്ങൾ അതൊന്ന് സൂക്ഷിക്കാം. ബേബി കരയുന്നുണ്ട്. ഓക്കെ, അപ്പം ഈ ഒരു ടവൽ, ഇങ്ങനത്തെ കുറച്ച് ടവൽസാണ് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇത് ഞാൻ ഓഫ്ലൈനിലും മേടിച്ചിട്ടുണ്ടായിരുന്നു, ഓൺലൈനിലും മേടിച്ചിട്ടുണ്ടായിരുന്നു. എന്തുകൊണ്ട് നമ്മൾ ഓൺലൈൻ മേടിക്കുന്നതാണ് ലാഭം. ഇത് ഞാൻ നമ്മുടെ ആറ്റിങ്ങലിൽ ബോഹോ ബേബി എന്ന് പറഞ്ഞിട്ട് ഒരു ഷോപ്പിൽ നിന്ന് മേടിച്ചതാണ്. നല്ല ക്വാളിറ്റി ഉണ്ട്. പക്ഷേ ക്വാളിറ്റി വൈസ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഞാൻ ഓഫ്ലൈൻ വാങ്ങിയപ്പോഴാണെങ്കിൽ കുറച്ചും കൂടെ ക്വാളിറ്റി ഫീൽ ചെയ്തത്. കുറച്ചും ഓൺലൈൻ വാങ്ങിയതൊക്കെ നല്ല റേറ്റിംഗ് ഉണ്ടായിരുന്നെങ്കിൽ കൂടി ഇവിടെ നമ്മളൊരു 2 to 4 വാഷൊക്കെ കഴിയുമ്പോൾ അതിൻ്റെ ക്വാളിറ്റി അത്ര നന്നായിട്ടല്ലാന്ന് തോന്നുന്നുണ്ട്. പക്ഷേ ഇതാണെങ്കിൽ അടിപൊളി ക്വാളിറ്റിയാണ്. ഞാൻ കുറേ വട്ടം യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ സ്റ്റെയിനോ ഈവൻ വൈറ്റ് കളറായിട്ട് കൂടി സ്റ്റെയിനോ അങ്ങനത്തെ ഒത്തിരി കാര്യങ്ങളും ഇല്ല. വാഷ് ചെയ്യുമ്പോൾ നന്നായിട്ട് മാറുന്നുണ്ട് അതൊക്കെ. അപ്പോൾ നല്ല ക്വാളിറ്റി ഉള്ളൊരു ക്ലോത്തായത്. അപ്പോൾ റാപ്പിംഗ് ടവലാണ് നമ്മുടെ ഫസ്റ്റ് തിങ് എന്ന് പറയുന്നത്. പിന്നെ ഇങ്ങനത്തെ ഒരു ചെറിയ റാപ്പിംഗ് ടവലും നമുക്ക് യൂസ് ചെയ്യാം. കുഞ്ഞി ഒരെണ്ണം വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇങ്ങനത്തെ. അപ്പം ഇത് രണ്ടിന് സാമ്പിൾ കാണിച്ചതേ ഉള്ളൂ. ഇങ്ങനത്തെ കുറച്ച് റാപ്പിംഗ് ടവൽസാണ് ഞാൻ വാങ്ങിയത്. ആദ്യത്തെ അവൾ ഉറങ്ങാൻ വേണ്ടി കാര്യമായിരുന്നു. ഓക്കെ, അപ്പം മിറ്റൻസ് ഇത് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ്. അപ്പം നിങ്ങൾക്കിത് പല ടൈപ്പ് മിറ്റൻസ് ഉണ്ടല്ലേ. ഇങ്ങനത്തെ ഇലാസ്റ്റിക് ഇങ്ങനൊരു സ്റ്റിച്ച് വരുന്നതുണ്ട്. അല്ലാണ്ട് നമുക്ക് നോർമലി ഇടുന്ന ഒരു സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുള്ള അങ്ങനെ എന്തൊരു ഐറ്റം ഉണ്ട്. പക്ഷെ അതാണെങ്കിൽ പെട്ടെന്ന് നമ്മുടെ കയ്യിൽ നിന്ന് ഊരിപ്പോകും. ഇങ്ങനത്തെ ഇലാസ്റ്റിക് ഉള്ള സാധനമാണെങ്കിൽ പെട്ടെന്ന് ബേബിയുടെ കയ്യിൽ നിന്ന് ഊരിപ്പോകത്തില്ല, അങ്ങനെ ഇരിക്കും. പക്ഷെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് കുറച്ച് ബേബിയുടെ കയ്യിൽ നിന്ന് വലുതായി കഴിയുമ്പോഴത്തേക്കും ഈ സാധനം ചെറുതാണെങ്കിൽ നമ്മൾ കൈയിട്ട് കൊടുക്കുമ്പോൾ അതിൻ്റെ ഒരു റൗണ്ട് മാർക്ക് അവരുടെ കയ്യിൽ ഇങ്ങനെ ഉള്ളതായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ കറക്റ്റ് സൈസിനുള്ളത് മേടിക്കുക, ചെറുതായി കഴിഞ്ഞത് യൂസ് ചെയ്യേണ്ട. അപ്പം മിറ്റൻസും സോക്സും ഇതൊരു പെയർ ഓഫ് മിറ്റൻസ് ആണ്. ഞാൻ ഫസ്റ്റ് ക്രൈ ഓൺലൈനിൽ നിന്ന് വാങ്ങിയതാണ്. ഇതിൻ്റെ ഒരു മിറ്റൻസ്, ഇതിൻ്റെ ഒരു പെയർ ഓഫ് സോക്സും ഉണ്ട്, പ്ലസ് ക്യാപ്പും ഉണ്ട്. ക്യാപ്പ് നമുക്ക് മസ്റ്റ് അല്ല, വേണമെന്നുണ്ടെങ്കിൽ വെച്ചാൽ മതി. അപ്പം മിറ്റൻസും സോക്സും എന്തായാലും യൂസ് ചെയ്യുക. അപ്പം അതാണ് നമ്മുടെ സെക്കൻഡ് തിങ് എന്ന് പറയുന്നത്. തേർഡ് തിങ് എന്ന് പറയുന്നത് ഞാൻ മേടിച്ചത് നമ്മുടെ ബേബിയുടെ കെട്ടുടുപ്പാണ്. ഇങ്ങനത്തെ കെട്ടുടുപ്പ് നമുക്ക് മേടിക്കാൻ കിട്ടും സെറ്റായിട്ടൊക്കെ. വലിയ വിലയൊന്നുമില്ല, നമ്മൾ ഓൺലൈൻ തന്നെ വാങ്ങിയാൽ മതി. ന്യൂ ബോൺ ബേബീസിൻ്റെ കെട്ടുടുപ്പ് നമുക്ക് മേടിക്കാൻ കിട്ടും. അപ്പോൾ അങ്ങനത്തെ ഒരു സെറ്റാണ് ഞാൻ കൊണ്ടുപോയത്. എനിക്ക് ഒരു സെറ്റിൽ 5 എണ്ണം ഉള്ള അങ്ങനെ 2 സെറ്റാണ് ഞാൻ മേടിച്ചത്. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അത്രയും മേടിച്ചാൽ എനിക്ക് യൂസ് ചെയ്യേണ്ടി വന്നു. ഒരുപാടൊന്നും മേടിച്ചില്ല, 10 നമ്പേഴ്സാണ് വാങ്ങിയത്. അത് അത്രയും യൂസ് ചെയ്യാനും പറ്റി. അപ്പോൾ കെട്ടുടുപ്പാണ് നമ്മുടെ അടുത്ത തിങ് എന്ന് പറയുന്നത്. അപ്പം ഇത് ഞാൻ ഓൺലൈനിൽ തന്നെയാണ് വാങ്ങിയത്. ഓൺലൈനിൽ നിന്നാണ് വാങ്ങിയത്. ഓക്കെ, അപ്പോൾ ബേബിക്ക് അത്യാവശ്യം വേണ്ട തിങ്സിൻ്റെ ലിസ്റ്റിൽ ഞാൻ അടുത്ത് പർച്ചേസ് ചെയ്തിരിക്കുന്നത് ഈ ഒരു വെറ്റ് വൈപ്സ് ആണ്. ഇത് മദർസ് പേഴ്സിൻ്റെ 99% പ്യോർ വാട്ടർ കണ്ടന്റുള്ള വെറ്റ് വൈപ്സ് ആണ്. ഇത് പല ടൈപ്പ് അവൈലബിൾ ആണ്. 98% വാട്ടർ കണ്ടന്റ് ഉള്ളതുണ്ട്, 99% വാട്ടർ കണ്ടന്റ് ഉള്ളതുണ്ട്. നമുക്ക് ഏതാ താല്പര്യം വെച്ചാൽ അത് മേടിക്കാം. നല്ല റിവ്യൂ ഒക്കെ ആയിരുന്നു കേട്ടോ. അങ്ങനെ വാങ്ങിയതാ. എനിക്കും ഇഷ്ടപ്പെട്ടു. ഞാൻ നല്ല സാറ്റിസ്ഫൈഡ് ആയ പ്രോഡക്റ്റ്. ഇതെന്തിനാ യൂസ് ചെയ്യാന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മുടെ ബേബി യൂറിൻ പാസ് ചെയ്ത് കഴിയുമ്പോഴോ അല്ലെങ്കിൽ മോഷൻ പാസ് ചെയ്ത് കഴിയുമ്പോഴോ നമുക്ക് അവിടെ ക്ലീൻ ആക്കി കൊടുക്കാനായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. പക്ഷെ ഒരു എളുപ്പപ്പണിയാണ്. കാരണം ക്ലോത്ത് യൂസ് ചെയ്താൽ നമ്മൾ വാഷ് ചെയ്ത് ഡ്രൈ ചെയ്തെടുക്കുമ്പോൾ കുറച്ച് ടൈം ആവും. അപ്പം അതിലും ഭേദം ഇത് യൂസ് ചെയ്യുകയാണെങ്കിൽ ജസ്റ്റ് യൂസ് ആൻഡ് ത്രോ ആണ്, എളുപ്പമാണ് കാര്യങ്ങൾ. അപ്പം ഇത് നല്ലൊരു പ്രോഡക്റ്റാണ്. ഇത് റാഷസ് ഒന്നും ലീവ് ചെയ്യില്ല ബേബിയുടെ ബോഡിയിൽ. നല്ലൊരു ഓഫറിന് കിട്ടിയതാണ്. ഇത് 75% ഓഫറിന് കിട്ടുക. ഫസ്റ്റ് ക്രൈയിൽ നിന്ന് വാങ്ങിയതാണ്. ഇത് ഞാൻ ഇതുവരെ മേടിച്ചിട്ട് എനിക്ക് ഫസ്റ്റ് ക്രൈയിലാണ് ഞാൻ കുറച്ച് അധികം നമ്പേഴ്സ് വാങ്ങിയിട്ടുണ്ട് വേറെ. അപ്പം കമ്പാരിറ്റീവ്ലി ഫസ്റ്റ് ക്രൈയിലാണ് എപ്പോഴും വില ഇതിന് കുറവായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പം ഇത് നല്ലൊരു ബൈയാണ്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഇതും വാങ്ങിക്കാം. സോ അടുത്തൊരു പർച്ചേസ് എന്ന് പറയുന്നത് റാഷ് ക്രീമാണ്. അപ്പം നിങ്ങൾക്ക് റാഷ് ക്രീം യൂസ് ചെയ്യാം. അതായത് ഇപ്പം നമ്മൾ ഡയപ്പറൊക്കെ യൂസ് ചെയ്ത് കഴിയുമ്പോൾ ബേബിയുടെ സ്കിന്നിൽ ചിലപ്പോൾ റാഷസ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്, റെഡ് കളറിലെ മാർക്സ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പം അത് നമുക്ക് അവോയ്ഡ് ചെയ്യാനായിട്ട് റാഷ് ക്രീം ഡയപ്പർ യൂസ് ചെയ്യുന്നതിന് മുമ്പേ ബേബിയുടെ ആ ഒരു ബംപ് ഏരിയ ഒക്കെ നമ്മളിങ്ങനെ റാഷ് ക്രീം യൂസ് ചെയ്തിട്ട് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം ഡയപ്പർ ഇടുകയാണെങ്കിൽ അങ്ങനെ റാഷസ് ഒന്നും വരാൻ ചാൻസ് ഇല്ല. അപ്പോൾ നിങ്ങൾക്ക് റാഷ് ക്രീം യൂസ് ചെയ്യാൻ താല്പര്യമില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മോയ്സ്ചറൈസിങ് എഫക്റ്റ് ഉള്ള ബേബിയുടെ എന്ത് പ്രോഡക്റ്റ് ആണെങ്കിലും യൂസ് ചെയ്യാം. അല്ലെങ്കിൽ വെർജിൻ കോക്കനട്ട് ഓയിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പം അങ്ങനത്തെ റാഷ് ക്രീമാണ് നമ്മൾ അടുത്ത പർച്ചേസ് എന്ന് പറയുന്നത്. ഞാൻ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത് നല്ല യൂസ്ഫുൾ ആയിരുന്നു. കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പം ബേബിക്ക് പെട്ടെന്ന് ഡയപ്പർ തീർന്നു പോയപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് അടുത്തുള്ള ഷോപ്പിൽ നിന്ന് അവൈലബിൾ ആയിട്ടുള്ള ഒരു ഡയപ്പർ പെട്ടെന്ന് മേടിക്കുമായിരുന്നു. പാമ്പേഴ്സ് അങ്ങനെ എന്തോ ആയിരുന്നു ഡയപ്പറിൻ്റെ പേര്. അപ്പം അത് യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ റെഡ് കളറിലെ മാർക്സ് ഒക്കെ വരാൻ തുടങ്ങി, റാഷസ് നന്നായിട്ട് വരാൻ തുടങ്ങി. ഒരു 1 hour പോലും യൂസ് ചെയ്തില്ല, അതിന് മുന്നേ റാഷസ് ഒക്കെ വന്നു. അപ്പോൾ ഞങ്ങൾ ഇതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തപ്പം മാർക്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. പിറ്റേ ദിവസമൊക്കെ ഫുൾ മാറിയിട്ടുണ്ടായിരുന്നു. അപ്പം റാഷ് ക്രീം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. റാഷ് ക്രീം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓയിലിൽ ക്യാരി ചെയ്യാവുന്നതാണ്. അപ്പോൾ അതായിരുന്നു നെക്സ്റ്റ് പർച്ചേസ്.
സോ നമ്മൾ അടുത്ത പർച്ചേസ് ചെയ്തത് ഡയപ്പറാണ്. അപ്പം ഹോസ്പിറ്റലിൽ ഡെലിവറി കഴിയുമ്പോൾ തന്നെ നമുക്ക് ഹോസ്പിറ്റലിൽ നിന്ന് കുഞ്ഞിനെ ഡയപ്പർ ഇടിപ്പിച്ച് തരും അവർ. അത് കഴിഞ്ഞ ഓപ്ഷനിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡയപ്പർ യൂസ് ചെയ്യാം, ഇല്ലെങ്കിൽ യൂസ് ചെയ്യണ്ട. അപ്പം എൻ്റെ ഒരു ഒപ്പീനിയൻ, നമ്മൾ രാത്രി ടൈമിലൊക്കെ ബേബിക്ക് കുറച്ച് ഇങ്ങനെ ഡയപ്പറൊക്കെ യൂസ് ചെയ്യുന്നത് നന്നായിരിക്കും, കാരണം അതൊരു സൗണ്ട് സ്ലിപ്പ് കിട്ടും. അല്ലാത്ത ടൈം ഞാൻ പറയുന്നില്ല, നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഇടാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ തുണി യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ രാത്രി ഇപ്പോൾ തുണിയെ യൂസ് ചെയ്യുന്നെങ്കിൽ അതിൻ്റെ നനവൊക്കെ തട്ടിയിട്ട് ബേബി പെട്ടെന്ന് എഴുന്നേക്കാൻ ഒക്കെ ചാൻസ് ഉണ്ട്. അപ്പം അവർക്ക് നല്ലൊരു സ്ലീപ്പ് കിട്ടാനായിട്ട് നമ്മൾ രാത്രി കുറച്ച് നേരം ഡയപ്പർ യൂസ് ചെയ്യുന്നതുകൊണ്ട് തെറ്റില്ല. ഇപ്പം നിങ്ങൾക്ക് ചിലർക്ക് താല്പര്യം ഉണ്ടാവില്ല, വേണ്ട, കുഴപ്പമില്ല. പക്ഷേ യൂസ് ചെയ്യുന്നവരടുത്ത് ഞാൻ പറഞ്ഞു, ഡയപ്പർ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ രാത്രി കുറച്ചധികം നേരം യൂസ് ചെയ്താൽ നന്നായിരിക്കും, ബേബീസ് നന്നായിട്ട് ഉറങ്ങാൻ പറ്റും. അപ്പോൾ ഞാൻ ആദ്യം യൂസ് ചെയ്തത് മാമി പോക്കോ പാൻസിൻ്റെ ഡയപ്പർ ആയിരുന്നു. പക്ഷെ അത് കുറച്ച് ഫ്രീക്വൻ്റ് ആയിട്ട് യൂറിൻ പാസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നല്ല പൊന്തി നിൽക്കും ആ ഡയപ്പർ. പിന്നെ അതുപോലെ അതിൻ്റെ ഒരു മെറ്റീരിയലൊക്കെ ഇങ്ങനെ ഇളകി ഒരു ഡസ്റ്റ് പോലെ റൗണ്ട് സർക്കിൾസ് ആയിട്ട് ഒരു ഇങ്ങനെ എന്താ ബോൾ പോലെയൊക്കെ വന്നിട്ട് ബേബിയുടെ ദേഹത്തൊക്കെ ഇങ്ങനെ പറ്റിയിരിക്കും. അപ്പം എനിക്ക് ആ ക്വാളിറ്റി വൈസ് അത്ര തോന്നിയില്ല, നന്നായിട്ട് തോന്നിയില്ല. അപ്പം ഞാൻ ഓർത്തു വേറെ കുറേ ഡയപ്പേഴ്സൊക്കെ ട്രൈ ചെയ്ത് നോക്കാം, ഏതായിരിക്കും ബെറ്റർ എന്ന് അറിയാൻ പറ്റില്ലത്. അപ്പോൾ അങ്ങനെ വാങ്ങിയ ഒരെണ്ണമാണ് ഈ ഒരു ഡാഡീസ് കെയറിൻ്റെ ഡയപ്പർ. അടിപൊളി ഡയപ്പറാണ്. മാമി പോക്കോ പെൻസിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ കുറച്ച് വില കൂടുതലാണ്, പക്ഷെ നമുക്ക് ഓഫേഴ്സൊക്കെ വരുന്നത് നോക്കി നമുക്ക് മേടിക്കാം. ഞാനിപ്പം ഈ ബേബിയുടെ തിങ്സ് ഒക്കെ മേടിക്കുമ്പോൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ ആമസോൺ, ഫ്ലിപ്കാർട്ട്, ഫസ്റ്റ് ക്രൈ അങ്ങനെ കുറേ സൈറ്റ്സ് ഉണ്ടല്ലോ, അതിലെല്ലാത്തിലും ഞാൻ ഈ പ്രോഡക്റ്റ് സെർച്ച് ചെയ്യും. ഏതിലാണോ ആ ഒരു എനിക്ക് മേടിക്കാൻ ഉദ്ദേശിക്കുന്ന ടൈമിൽ ഓഫർ ഉള്ളത്. ഇപ്പം ആമസോണിൽ ഇപ്പം 900 റുപ്പീസിന് 700 ആയിരിക്കും, ഫ്ലിപ്കാർട്ടിൽ അത് 800 ആയിരിക്കാം, ഫസ്റ്റ് ക്രൈയിൽ അത് 699 ആയിരിക്കാം. അപ്പം അങ്ങനെ ഞാൻ പ്രൈസ് ഏതിലാണോ കമ്പാരിറ്റീവ്ലി കുറവ് അങ്ങനെ നോക്കിയാൽ മേടിക്കുന്നത്. അതായിരിക്കും കുറച്ച് പണിയാണ് എല്ലാത്തിലും ഇങ്ങനെ സെർച്ച് ചെയ്തെടുക്കാനായിട്ട്. പക്ഷെ നിങ്ങൾ അങ്ങനെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ലാഭത്തിന് സാധനം മേടിക്കാൻ പറ്റും. അപ്പം അങ്ങനെ നോക്കിയിട്ട് സാധനം മേടിക്കാം. അപ്പം ഞാൻ അങ്ങനെ ഒരു നല്ല റേറ്റിന് എനിക്ക് കിട്ടിയതാണ് ഈ ഒരു ഡയപ്പർ. അപ്പം പറയാതിരിക്കാൻ പറ്റത്തില്ല, അടിപൊളി ഫെറ്റ് സോഫ്റ്റ് ആയിട്ടുള്ള ഡയപ്പറാണ് ഇത്. ഇതിൻ്റെ പ്രൊമോഷൻ വീഡിയോ ഒന്നും അല്ല, ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് വളരെയധികം സാറ്റിസ്ഫാക്ഷൻ കിട്ടിയൊരു ഡയപ്പറാണിത് ബേബിക്ക് യൂസ് ചെയ്തിട്ട്. അവരുടെ സ്കിന്നിൽ ഇപ്പം ബാക്കിയുള്ള ഡയപ്പേഴ്സൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഈ ഒരു ഇലാസ്റ്റിക്കിൻ്റെ മാർക്കൊക്കെ വരും, പക്ഷേ ഇതിൻ്റെ അധികം മാർക്കൊന്നും ലീവ് ചെയ്യുന്നില്ല. പ്ലസ് ഇപ്പം മറ്റൊരു ഡയപ്പർ ആണെങ്കിൽ ഇപ്പോൾ 2 to 4 kg ഡയപ്പർ ആണെങ്കിലും അത് കറക്റ്റ് സൈസ് ആ ഒരു 2 to 3 kg വരെ മാച്ച് ആവുള്ളൂ. ബാക്കി 4 to 5 kg ഒന്നും അത് കുറച്ച് ടൈറ്റ് ആയിട്ടായിരിക്കുന്നത്. പക്ഷേ ഈ ഡയപ്പർ ആണെങ്കിൽ 2 to 5 kg വരെയുള്ള സൈസിനാണ് പറഞ്ഞേക്കുന്നതെങ്കിൽ 2 to 4നും കുഴപ്പമില്ല, 4 to 5നും കുഴപ്പമില്ല. അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് നല്ല സൈസുള്ളൊരു ഡയപ്പറാണ്. അത്യാവശ്യം നല്ലൊരു ഡയപ്പറാണ്. അതുപോലെ ആർഫുൾ അഡിക്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഡയപ്പറും ഉണ്ട്. ഇത് രണ്ടുമാണ് എൻ്റെ ഫേവറേറ്റ് ഡയപ്പേഴ്സ് ഞാൻ ഇതുവരെ മേടിച്ചതിൽ. അപ്പോൾ ഇത് എപ്പോഴും ഔട്ട് ഓഫ് സ്റ്റോക്കാണ്. ആമസോണിലാവട്ടെ ഫ്ലിപ്കാർട്ടിലാവട്ടെ എപ്പോഴും ഔട്ട് ഓഫ് സ്റ്റോക്കാണ്. അപ്പം നിങ്ങളിങ്ങനെ എപ്പോൾ അവൈലബിൾ ആണെങ്കിൽ അപ്പോൾ തന്നെ കാർട്ടിൽ ആഡ് ചെയ്ത് മേടിക്കുക. നല്ലൊരു ഡയപ്പറാണിത്. സോ അടുത്ത തിങ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ കൊണ്ടുപോയത് നമ്മുടെ വീട്ടിലുണ്ടായിരുന്ന അലക്കി വെച്ച വെള്ളമുണ്ട്. അതിങ്ങനെ റെക്ടാങ്കുലർ പീസിൽ കട്ട് ചെയ്തിട്ട് അത് അയൺ ചെയ്ത് മടക്കി വെച്ചിട്ടാണ് ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയത്. അത് നമുക്ക് ബേബീനെ ലെങ്കോട്ടി കിട്ടാനും അല്ലെങ്കിൽ ബേബിയുടെ ദേഹം ഒന്ന് വൈപ്പ് ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. പ്ലസ് ഇപ്പോൾ നമ്മൾ ഡയപ്പറാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മുടെ ബേബി പാല് കുടിക്കുന്നുണ്ടോ എന്ന് നമുക്കറിയില്ല. ചിലപ്പോൾ നമ്മൾ പാല് കൊടുക്കുന്നുണ്ട്, ബട്ട് ബേബി കുടിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല. ചിലപ്പോൾ അവർ വെറുതെ ഇങ്ങനെ കുടിക്കുന്ന പോലെ കാണിക്കുകയാണെങ്കിലോ അല്ലേ, അങ്ങനെയൊക്കെ അറിയണമെങ്കിൽ നമ്മുടെ ബേബിയുടെ യൂറിനേഷൻ ലെവൽ നമ്മൾ നോക്കാൻ ചിലപ്പോൾ സിസ്റ്റേഴ്സ് പറയാറുണ്ട്. ഇപ്പോൾ നമ്മൾ ഡയപ്പറാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് അറിയത്തില്ല എത്ര തവണ ബേബി ഇങ്ങനെ യൂറിൻ പാസ് ചെയ്തു എന്നുള്ളത് അല്ലേ. പക്ഷേ നമ്മൾ ഇങ്ങനത്തെ വെള്ളം മുണ്ടൊക്കെ കൊണ്ടുപോകണമെങ്കിൽ അത് ആ ഡയപ്പറിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ചിട്ട് ബേബിക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് കുറച്ച് സമയം ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ആ ഒരു നനവ് നോക്കിയിട്ട് മനസ്സിലാവും എത്ര തവണ ബേബി ഇങ്ങനെ യൂറിൻ പാസ് ചെയ്തിട്ടുണ്ടാവും എന്ന് അല്ലേ. അപ്പോൾ നമുക്ക് ആ വെള്ളം കൊണ്ട് മാറ്റിയിട്ട് അടുത്ത വെള്ളം കൊണ്ട് വെക്കണം. അങ്ങനെ നമുക്ക് യൂറിനേഷൻ ലെവൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും ബേബി എത്ര ഫ്രീക്വൻ്റ് ആയിട്ട് യൂറിൻ പാസ് ചെയ്യുന്നുണ്ട്. ഇപ്പം എൻ്റെ ബേബിക്കൊക്കെ ആണെങ്കിൽ വെയിറ്റ് കുറവായിരുന്നു, പാല് കുടിക്കുന്നുണ്ടെന്ന് ഞങ്ങൾ വിചാരിച്ചു, പക്ഷേ പാല് കുടിക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ യൂറിനേഷൻ അങ്ങനെ നോക്കിയപ്പോൾ യൂറിനൊട്ടും പാസ് ചെയ്തില്ല. അപ്പോൾ അതിനകത്ത് എന്താ അവൾ പാല് കുടിക്കുന്നില്ല. അപ്പോൾ അങ്ങനെ നമുക്ക് നോക്കാനായിട്ട് അങ്ങനെ ഒരു ടെസ്റ്റിൽ വെക്കാനായിട്ട് നമുക്കിങ്ങനെ വെള്ളം കൊണ്ട് യൂസ് ചെയ്യാം. സോ ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ വെള്ളം കൊണ്ട് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ ഓൺലൈനിൽ മേടിക്കാൻ കിട്ടും കേട്ടോ. മസ്ലിൻ ക്ലോത്തിൻ്റെ ഒരു ഇങ്ങനത്തെ ഒരു 5 pieces ഉള്ള ഒരു സെറ്റ് നമുക്കിങ്ങനെ മേടിക്കാൻ കിട്ടും. ഇത് ആക്ച്വലി മിനിമം പർച്ചേസ് 2 സെറ്റാണ് കേട്ടോ. ഞാൻ 2 സെറ്റ് കിട്ടും. വലിയ വിലയൊന്നുമില്ല, വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സാധനമാണ്. ഇത് ഞാൻ കുറേ യൂസ് ചെയ്ത് ഇനിയിപ്പോൾ ഒരു 3-4 pieces കൂടെ ഉള്ളൂ. നമുക്കിങ്ങനെ ഇത് പല ആവശ്യങ്ങൾക്ക് ഞങ്ങളിപ്പം ഇത് എന്താ പാൻ ഇങ്ങനെ വൈപ്പ് ചെയ്യാനൊക്കെ നമ്മുടെ ദോശ പാൻ ഇല്ലേ അതിങ്ങനെ വൈപ്പ് ചെയ്യാനൊക്കെ ഇതിനൊരു ക്ലോത്ത് യൂസ് ചെയ്യാറുണ്ട്. അങ്ങനത്തെ നമുക്ക് പല ആവശ്യങ്ങൾക്ക് യൂസ് ചെയ്യാം. ഞങ്ങൾ ബേബീസിന് വേണ്ടിയുള്ളതാണ് കേട്ടത്. അപ്പോൾ നമ്മുടെ ബേബിക്ക് ഞാൻ ഈ പറഞ്ഞ പോലെ വെള്ളം ഉണ്ട് ഇല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് ഇങ്ങനത്തെ ക്ലോത്ത്സ് മേടിച്ച് യൂസ് ചെയ്യാവുന്നതാണ്. മസ്ലിൻ ക്ലോത്ത് ബേബീസിന് വേണ്ടി ബേബീസിൻ്റെ സ്കിന്നിന് ഏറ്റവും നന്നായിട്ട് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ക്ലോത്താണ് മസ്ലിൻ ക്ലോത്ത്. അപ്പം അതിൻ്റെ ഒരു 5 pieces വരുന്ന ഒരു സെറ്റാണത്. ഓക്കെ, അപ്പം അടുത്തത് നമ്മൾ പർച്ചേസ് ചെയ്തത് ഇതും നല്ല ഓഫറിന് കിട്ടിയതാ, ആമസോണിൽ നിന്നാണ് ഞാൻ പർച്ചേസ് ചെയ്തത്. സോ നെക്സ്റ്റ് തിങ് ഞാൻ മേടിച്ചത് ഈ വൈപ്പിംഗ് ടവൽസ് ആണ്. ഒരു സെറ്റിൽ 3 pieces വരുന്ന വൈപ്പിംഗ് ടവൽസ് ആണ്. ആമസോണിൽ നിന്ന് മേടിച്ചത് കേട്ടോ, നല്ല ഒരു ഓഫറിന് കിട്ടിയതാ. അപ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളൊരു വൈപ്പിംഗ് ടവലിൻ്റെ സെറ്റാണിത്.
അപ്പം ഇത് നമുക്ക് ബേബി ഇപ്പോൾ കവിട്ടോ കക്കോ പാലൊക്കെ കുടിച്ചതിന് ശേഷം അങ്ങനെയെല്ലാം ചെയ്യുകയാണെങ്കിൽ നമുക്ക് വൈപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാവുന്ന ഒരു വൈപ്പിംഗ് ടവലാണ്. അല്ലെങ്കിൽ ബേബിയുടെ ഫേസ് ഒന്ന് നമുക്കിങ്ങനെ തുടച്ചു കൊടുക്കണം അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി വൈപ്പിംഗ് ടവലിൻ്റെ ഒരു സെറ്റാണിത്. അപ്പം ഇതിൻ്റെയൊക്കെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ ചോദിച്ചാൽ മതി, ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. എനിക്ക് കറക്റ്റ് പ്രൈസും കാര്യങ്ങളൊന്നും ഓർമ്മയില്ല. നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ ചോദിച്ചാൽ മതി, ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇതിൻ്റെയൊക്കെ ലിങ്ക് അറ്റാച്ച് ചെയ്തേക്കാം. അപ്പം നമ്മുടെ നെക്സ്റ്റ് പർച്ചേസ് എന്ന് പറയുന്നത് ഈ ഒരു വൈപ്പിംഗ് ടവലിൻ്റെ സെറ്റാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ലിസ്റ്റിൽ ലാസ്റ്റത്തെ ഐറ്റമാണ് ഈ ഒരു ഗോകർണം. ഇത് ആക്ച്വലി നമുക്ക് ഈ സ്റ്റീൽ പാത്രങ്ങളൊക്കെ വിൽക്കുന്ന ഷോപ്പിലൊക്കെ അവൈലബിളാണ്. ഇതിൻ്റെ സ്റ്റീലും ഉണ്ട്, നമുക്ക് അലൂമിനിയം ഉണ്ട്. ഞാൻ ഇങ്ങനത്തെ അലൂമിനിയം ടൈപ്പാണ് വാങ്ങിയത്. സ്റ്റീലും മേടിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ അതിൻ്റെ എഡ്ജ് ഷാർപ്പായത് കാരണം ബേബിക്ക് അത്ര സ്യൂട്ടബിൾ അല്ല, മുറിയാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പം എന്തുകൊണ്ട് നിങ്ങൾ അലൂമിനിയം മേടിക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഇതെന്തിനാന്ന് വെച്ചാൽ, ഇപ്പം എൻ്റെ ബേബിയുടെ കേസ് പറയുകയാണെങ്കിൽ അവൾ നന്നായിട്ട് പാല് കുടിക്കുന്നുണ്ടോ ഞങ്ങൾ വിചാരിച്ചു, പക്ഷെ പാൽ അവൾ ഒട്ടും കുടിക്കുന്നുണ്ടായിരുന്നില്ല. വെയിറ്റ് കുറഞ്ഞു വന്നു, ഷുഗർ ലെവൽ കുറഞ്ഞു വന്നു. അപ്പോൾ ഞങ്ങൾക്ക് സിസ്റ്റർ സജസ്റ്റ് ചെയ്ത ഒരു മെത്തേഡാണ്. അവൾക്കിങ്ങനെ ബ്രസ്റ്റ് മിൽക്ക് വലിച്ച് കുടിക്കാൻ നല്ല ബുദ്ധിമുട്ടുന്നുണ്ടായിരുന്നു. അപ്പം സിസ്റ്റർ പറഞ്ഞത് ഇങ്ങനെ ഒരു ഗോകർണം വാങ്ങാം, ഇതിനകത്ത് നമ്മൾ പാല് നമ്മൾ പമ്പ് യൂസ് ചെയ്തിട്ട് ബ്രസ്റ്റ് പമ്പ് യൂസ് ചെയ്തിട്ട് നമ്മളിങ്ങനെ പമ്പ് ചെയ്ത് എടുക്കും. എന്നിട്ട് ആ പാല് നമ്മൾ ഇതിലേക്ക് പോർ ചെയ്തിട്ട് നമ്മളിങ്ങനെ ബേബിക്ക് കൊടുക്കുമായിരുന്നു. അപ്പം അങ്ങനെ അവൾക്ക് കുടിക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. അപ്പം അങ്ങനെ കുറച്ച് നാൾ ഞങ്ങൾ ഈ ഒരു ഗോകർണം യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇത് ഞങ്ങൾ ലാസ്റ്റ് മിനിറ്റ് തപ്പി നടന്നിട്ട് കിട്ടിയത്. അപ്പം ഇങ്ങനെ തപ്പി നടക്കേണ്ട ആവശ്യം, നിങ്ങൾ നേരത്തെ ഒരെണ്ണം മേടിച്ച് വെച്ചാൽ അത്രയും നല്ലതാണ്. വലിയ കാശൊന്നുമില്ല, 20-30 രൂപ അങ്ങനെ എന്തോ ഉള്ളൂ. അപ്പം ബേബീസിൻ്റെ ബാക്കിയുള്ള തിങ്സ് മേടിക്കുന്നതിന് അപേക്ഷിച്ച് ഏറ്റവും ചീപ്പായിട്ടുള്ള റൈറ്റാണിത്. അപ്പം ഇതെപ്പോഴും കയ്യിൽ കരുതുക, നമ്മൾ സമയത്ത് കിടന്ന് ഓടേണ്ട ആവശ്യമില്ല. ഇതെല്ലാം കൂടാണ്ട് തന്നെ ഞാൻ കുറേ ഐറ്റംസ് മേടിച്ചിട്ടുണ്ട്. പക്ഷേ ഡെലിവറിക്ക് അത്യാവശ്യം വേണ്ട കുറച്ച് തിങ്സ് ഞാൻ കൊണ്ടുപോയത് എന്താണെന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ. ഞാൻ കൊണ്ടുപോയ ഐറ്റംസ് ഇത്രയേ ഉള്ളൂ ഹോസ്പിറ്റലിലേക്ക്. അല്ലാണ്ട് ബേബിയുടെ ഞാൻ ബേബി ലോഷൻ മേടിച്ചിട്ടുണ്ടായിരുന്നു, ബേബി സോപ്പ് മേടിച്ചിട്ടുണ്ടായിരുന്നു, അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് ഒക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ ഒരു വീഡിയോ ഞാൻ വേറെ ചെയ്യുന്നുണ്ട്. ഇതിപ്പോൾ ഞാൻ ഹോസ്പിറ്റലിലേക്ക് നമ്മൾ ഡെലിവറിക്ക് പോകുമ്പോൾ അത്യാവശ്യം വേണ്ട സാധനങ്ങളാണ് ഞാൻ ഈ പറഞ്ഞ ലിസ്റ്റിലുള്ളത്. അപ്പം ഞാൻ ഇങ്ങനത്തെ ഒരു വീഡിയോ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. അപ്പം എനിക്കറിയത്തില്ല ഞാൻ എത്ര നന്നായിട്ട് ഇത് പറഞ്ഞിട്ടുണ്ടെന്നൊക്കെ. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കൺഫ്യൂഷൻസോ അതല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും തിങ്സ് എന്തെങ്കിലും ഇതിൽ ലിങ്കോ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, ഞാനത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തേക്കാം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞാൻ വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് ഉടനെ വരുന്നതായിരിക്കും. അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ, ടേക്ക് കെയർ.